നവീൻ ബാബു കൈക്കൂലി വാങ്ങിയത് സംബന്ധിച്ച് താൻ വിജിലൻസിൽ പരാതി നൽകിയിരുന്നുവെന്ന പമ്പ് അപേക്ഷകൻ പ്രശാന്ത് പറഞ്ഞത് കള്ളമാണെന്ന് തെളിഞ്ഞു. നവീൻ ബാബുവിനെതിരെ പൊതുജനങ്ങളിൽ നിന്ന് ഒരു പരാതിയും കിട്ടിയിട്ടില്ല എന്ന് വിജിലൻസ് ഡയറക്ടറേറ്റിന്റെ വിവരാവകാശ അപേക്ഷയ്ക്ക് നൽകിയ മറുപടിയിൽ വ്യക്തമാവുന്നു. ഒരു പരാതിയും എഡിഎമ്മിനെതിരെ കിട്ടിയിട്ടില്ല എന്ന് റവന്യൂ സെക്രട്ടറിയും കണ്ണൂർ കളക്ടറേറ്റും പ്രസംഗം ചിത്രീകരിക്കാൻ പ്രാദേശിക ചാനലിനെ വിളിച്ചു വരുത്തി ഈ ദൃശ്യങ്ങൾ ദിവ്യ തന്നെ പ്രചരിപ്പിച്ചു. ക്ഷണിക്കാതെയാണ് ദിവ്യ യാത്രയപ്പ് പരിപാടിക്ക് എത്തിയതെന്ന് സാക്ഷിമൊഴികളുണ്ട്. ദിവ്യയ്ക്ക് മാത്രമാണ് പ്രേരണയിൽ പങ്കുള്ളതെന്ന് പറയുമ്പോൾ പെട്രോൾ പമ്പ് അപേക്ഷകൻ പ്രശാന്തനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ആരോപണങ്ങൾ കേട്ടിരുന്നു. അന്വേഷണ സംഘം ഈ കേസുമായി പ്രശാന്തനെ ബന്ധിപ്പിച്ചിട്ടേയില്ല. പ്രശാന്തനിലേക്ക് അന്വേഷണം പോയിട്ടേയില്ല. അതോടൊപ്പം കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയൻ ആദ്യം മുതൽ നവീൻ ബാബുവിനോട് വളരെ മോശമായി പെരുമാറി എന്നുള്ള തരത്തിൽ കുടുംബത്തിന്റെ ആരോപണങ്ങൾ അടക്കം കുടുംബം ഉന്നയിച്ച ആരോപണങ്ങളിലൊന്നും യാതൊരു അന്വേഷണമോ ഇടപെടലോ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അരുൺ കെ വിജയനും ഈ കുറ്റപത്രത്തിന്റെ ഭാഗമായിട്ടില്ല. കൊലപാതക സാധ്യതയും കേസിലെ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളും പ്രതികളെ സഹായിക്കാനുള്ള ശ്രമങ്ങളും അന്വേഷണത്തിലെ മെല്ലെപ്പോക്കും അടക്കം ഉന്നയിച്ച് സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് നവീന്റെ കുടുംബം. ADM നവീൻ ബാബു എന്നൊരു പേര് നിങ്ങളൊന്നും മറന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചധികം വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിലൊന്നെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. കണ്ണൂരിൽ ADM ആയി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നവീൻ ബാബു പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറി പോകുന്ന ആ ദിവസത്തിൽ നടന്നിട്ടുള്ള ഒരു പാർട്ടി, ആ പാർട്ടി അദ്ദേഹം പോലും പറഞ്ഞിട്ടല്ല ആ ഒരു സെൻഡ് ഓഫ് പോലുള്ള കാര്യങ്ങൾ അവിടെ നടത്തിയെന്ന് പറയുന്നത്. അതും കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ്. കളക്ടറുടെ പേരിലും കൃത്യമായിട്ട് ആ കുടുംബം സംശയം ഉന്നയിച്ച കാര്യങ്ങളെല്ലാം എല്ലാവർക്കും വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. ആ സംഭവം അവിടെ നടക്കുന്നതിനിടയിലാണ് വിളിക്കുക പോലും ചെയ്യാത്ത ഒരു സ്ഥലത്തേക്ക് PP ദിവ്യ അവിടെ കടന്നു വരുന്നതും അവിടെ ഒരു വല്ലാത്തൊരു പ്രകടനം കാഴ്ചവെക്കുന്നതും അതിൽ കൃത്യമായിട്ട് ADM നവീൻ ബാബുവിനെ അവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മുൻപിൽ വെച്ച് തന്നെ കൃത്യമായിട്ട് ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസംഗം കാഴ്ചവെക്കുകയും അത് മാത്രമല്ല മറ്റൊരു സ്വകാര്യ ചാനലിനെ അതിലേക്ക് വിളിച്ചു വരുത്തുകയും അത് കൃത്യമായി ഷൂട്ട് ചെയ്യിപ്പിച്ച് കൃത്യമായി ചാനലുകൾ വഴി എയർ ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്ത് ആ മനുഷ്യനെ നാണം കെടുത്താവുന്നതിന്റെ അങ്ങേയറ്റം ചെയ്യുകയും അതിന്മേലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നൊരു തരത്തിലേക്ക് വാർത്തകൾ മുന്നോട്ട് പോയത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ ആത്മഹത്യ ആണോ എന്നുള്ളതിൽ എല്ലാവർക്കും, കേരളത്തിലെ മലയാളികളിൽ എനിക്ക് തോന്നുന്നു ഒരു 95% പേരും ആൾക്കാർക്കും സംശയമുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ 99% നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. എല്ലാവർക്കും സംശയം ഉന്നയിച്ച കാര്യങ്ങളാണ്. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നൊരു കാര്യം കൃത്യമായിട്ട് അറിയാം. അദ്ദേഹത്തിന്റെ അടിവസ്ത്രത്തിൽ കണ്ടെത്തിയ രക്തക്കറ പോലുള്ള കാര്യങ്ങൾ, അതല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ പറയുന്ന അവിടുത്തെ ക്വാർട്ടേഴ്സ് വിട്ട് കൃത്യമായി ചാവി ഏൽപ്പിച്ച് സൈൻ ചെയ്തതിന് മാത്രമേ അവിടെ താമസിക്കുന്ന ഒരാൾക്ക് സ്വന്തം സ്ഥലത്തേക്ക് പോകാൻ പറ്റും. അത് ഈ സർക്കാർ വകമായിട്ടുള്ള കാര്യങ്ങളിൽ ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അപ്പം അങ്ങനെ കൊടുത്തൊരു ചാവിയാണ്. അതിനുശേഷമാണ് അദ്ദേഹം പോയിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് ആ ക്വാർട്ടേഴ്സിലേക്ക് അദ്ദേഹം എങ്ങനെ പ്രവേശിച്ചു, അവിടെ ചെന്നെത്തുന്ന സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യപ്പെട്ടു എന്ന നിലയിൽ കണ്ടെത്തുന്ന സമയത്ത് പോലും അത് തുറന്നിടട്ട നിലയിലായിരുന്നു. അപ്പം അതിലെന്താണ് സംഭവിച്ചത്? ഇങ്ങനെ ഒരുപാട് സംശയങ്ങളാണ്. അതിലപ്പുറത്തേക്ക് ഈ പറഞ്ഞ CCTV പോലുള്ള കാര്യങ്ങൾ, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും പതിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അത് വ്യക്തമാക്കുന്ന ഒരു കാര്യങ്ങൾ മുന്നോട്ട് വന്നിട്ടില്ല. അപ്പൊ അതിന്റെയൊക്കെ പേരിലാണ് ഈ കേസ് അന്വേഷണം ശരിയല്ല എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയും സഹോദരനും അടക്കമുള്ള ആൾക്കാർ ഈ പറയുന്ന കണക്ക് പറയുകയും അതിന്റെ പിന്നിലുള്ള CBI അന്വേഷണം വേണമെന്നുള്ള അവരുടെ നിരന്തരമായിട്ടുള്ള ആവശ്യങ്ങൾ അത് ഹൈക്കോടതി തള്ളിയാണ് കഴിഞ്ഞ ദിവസം. പാർട്ടി തന്നെ തള്ളി, ഹൈക്കോടതി തള്ളി, അങ്ങനെ കുറെ കാര്യങ്ങളിലൂടെയാണ് ഇതിപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ആ സമയത്താണ് ഇത്രയും വലിയൊരു കാര്യം വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്ക് നേരത്തെ തന്നെ വ്യക്തമായ ഒരു കാര്യമാണ്. ഇതിനകത്ത് പ്രശാന്തൻ എന്നൊരു പറയുന്ന വ്യക്തി പറഞ്ഞതിന് പ്രകാരമാണ് താൻ അത്തരത്തിലുള്ള ആക്ഷേപം ഉന്നയിച്ചത് എന്നാണ് PP ദിവ്യ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞത്. അതിനകത്ത് കൃത്യമായി എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത്രയും വലിയൊരു ആരോപണം, ഒരാളുടെ മേൽ കൈക്കൂലി പോലൊരു ആരോപണം ഉന്നയിക്കപ്പെടുന്ന സമയത്ത് അതിന് കൃത്യമായിട്ടൊരു എവിഡൻസ് ഇല്ലാതെ ഒരു പൊതുവേദിയിൽ കയറി ഇത്തരത്തിൽ ആക്ഷേപം ഉന്നയിക്കുന്നത്, അത് ഒരു സ്വകാര്യ ചാനൽ വിളിച്ചു വരുത്തി അത് ഈ പറയുന്ന എല്ലാ തരത്തിലും മീഡിയയ്ക്ക് മുന്നിൽ എത്തിച്ചു കൊടുക്കുക, അത് ജനങ്ങളിലേക്ക് എത്തിക്കുക, അദ്ദേഹത്തിനെ അറിഞ്ഞുകൊണ്ട് തന്നെ ആക്ഷേപിക്കാൻ, മനഃപൂർവ്വമായി ആക്ഷേപിക്കാനുള്ള എല്ലാ കരുതിക്കൂട്ടിയുള്ള നടപടിയുമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമായിട്ടൊരു കാര്യമാണ്. അപ്പോഴും അവരെ ഈ പറയുന്ന പോലീസ് പിടിക്കുന്ന സമയത്തായാലും അല്ലെങ്കിൽ ഈ പറയുന്ന റിമാൻഡിലേക്ക് പോകുന്ന സമയത്തായാലും പിന്നെ ജാമ്യം കിട്ടുന്ന അവസ്ഥയിലേക്കായാലും ഇങ്ങനെ കുറെ കാര്യങ്ങൾ, സംഭവബഹുലമായ കാര്യങ്ങൾ നടക്കുന്നതിനിടയിലും അവർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അവരെന്തോ ചെയ്തത് ശരിയാണ്, ഞാൻ ചെയ്തത് ശരിയാണ് എന്നൊരു വാദത്തിൽ തന്നെയാണ്. ശരിയല്ലെന്നുണ്ടെങ്കിൽ അത് കണ്ടെടുത്താൻ ഞാനും കൂടെ നിൽക്കും, ഇങ്ങനെയൊക്കെയാണ് അവരുടെ രീതികൾ എന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും അവിടെയൊക്കെ പറഞ്ഞത് ആ മരണപ്പെടുന്ന അദ്ദേഹത്തിനെ അങ്ങനെ ഒരു അധിക്ഷേപിക്കുന്ന അവസ്ഥയിൽ പോലും അവർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞത് തൊട്ടടുത്ത ദിവസങ്ങൾ തന്നെ അതിനുള്ള തെളിവുകൾ ഞാൻ പുറത്തേക്ക് വിടും എന്ന് പറഞ്ഞൊരു വ്യക്തി പിന്നീട് ഒന്നും തന്നെ പുറത്തു വിടുന്നത് നമ്മൾ കണ്ടിട്ടുമില്ല. പിന്നെ ഒരു പതുങ്ങലാണ് കണ്ടിട്ടുള്ളത് എന്ന് പറയുന്നത്.
കുടുംബത്തിൽ ഈ പറയുന്ന പ്രാരാബ്ദമുണ്ട്, അല്ലെ അതായത് അമ്മയും അച്ഛനെയൊക്കെ നോക്കാനുണ്ട്, ഒരു മകളുണ്ട്, ആ മനുഷ്യനും ഉണ്ടായിരുന്നു 2 പെൺകുട്ടികൾ, അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു ഭാര്യ അദ്ദേഹത്തിനെ കാത്തിരുന്നത്. അപ്പം ഇതൊന്നുമില്ലാതെ ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് ഈ പറയുന്ന നന്മ മരമാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു കാര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസം സംഭവിച്ചത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രശാന്തൻ, ഇത് മാത്രമാണ് ഇവർ ഉന്നയിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പം പ്രശാന്തൻ ഇത് വിജിലൻസിൽ ഇതിന് മുന്നേ തന്നെ അദ്ദേഹത്തിന് കൈക്കൂലി വാങ്ങിച്ചുള്ള കാര്യമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസം അതിന്റെ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. വിജിലൻസിൽ നിന്ന് കൃത്യമായി വന്നിട്ടുള്ള റിപ്പോർട്ട് അങ്ങനെ ഒരു പരാതി ഒരു തരത്തിലും ഈ പറഞ്ഞ പൊതുജനങ്ങളിൽ നിന്ന് നവീൻ ബാബുവിനെതിരെ, അതായത് ADM നവീൻ ബാബുവിനെതിരെ യാതൊരു പരാതിയും ഇതുവരെ കിട്ടിയിട്ടില്ല. റവന്യൂ വകുപ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ളതും അത് തന്നെയാണ്. അങ്ങനെ ഒരു പരാതി അദ്ദേഹത്തിനെ കുറിച്ച് ആരും തന്നെ പറഞ്ഞില്ല. കളക്ടറേറ്റിലും അത്തരത്തിലൊരു പരാതി എത്തപ്പെട്ടിട്ടില്ല. അപ്പം ആ ഒരു വാദം എന്ന് പറയുന്നത് നിസ്സംശയം പൊളിച്ചടിക്കിയ ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന് മുന്നേ തന്നെ തെളിയിക്കപ്പെട്ടതാണ്. മുഖ്യമന്ത്രിക്ക് കൊടുത്തു പരാതി എന്നൊരു കാര്യം, അതിനകത്ത് കൃത്യമായിട്ട് ഒപ്പ് വ്യാജമാണെന്ന് തെളിയിക്കപ്പെട്ട ഒരു കാര്യമാണ്. ഇത് ആദ്യമേ തെളിയിക്കപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ തന്നെ കേസെടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ലീഗലി. കാരണം അത് ഒഫൻസാണ്, വലിയൊരു ഒഫൻസാണ്. അതെന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് ഇത്രയും നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ലീഗലി ഉള്ള കാര്യങ്ങളിലൊന്നും നമുക്ക് കൃത്യമായിട്ട് ഒരു ഒപ്പ് എന്ന് പറയുന്നത് അത് കള്ള ഒപ്പ് ഇടാൻ പറ്റുന്ന ഒരു കാര്യമില്ല. അപ്പൊ അത്തരത്തിൽ കള്ള ഒപ്പാണെന്ന് തെളിയിക്കപ്പെടുന്നത്, അതായത് 2 ഒപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു മനുഷ്യൻ ഇങ്ങനത്തുള്ള റെക്കോർഡ്സിലൊക്കെ 2 ഒപ്പ് ഇടുന്ന ഇതെന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ക്രിമിനൽ ഒഫൻസ് ആണെന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പം അവിടെ തന്നെ അദ്ദേഹത്തിന് കേസ് എടുക്കാൻ പറ്റും. പക്ഷെ അദ്ദേഹത്തിന് എതിരെ ആരും തന്നെ കേസ് എടുത്തില്ല, ഒരു കാര്യങ്ങളും മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ ഇതിനകത്ത് കേസ് കൊടുത്ത ഒരു വ്യക്തിയുമില്ല, ഇപ്പം ആക്ഷേപം ഉന്നയിച്ച വ്യക്തിയില്ല, ഒന്നുമില്ല. ഒരു മനുഷ്യൻ ചുമ്മാ അങ്ങ് കെട്ടിത്തൂങ്ങി മരിച്ചു എന്ന നിലയിലേക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു പോക്കെന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിനെ കൃത്യമായി കരുതി കൂട്ടി മനഃപൂർവ്വമായിട്ട് വകവരുത്താനുള്ള എല്ലാ പദ്ധതിയും ഇവർ ഉണ്ടാക്കി എന്നുള്ള കാര്യം കൃത്യമായിട്ടൊരു കാര്യമാണ്. അതിലപ്പുറത്തേക്ക് ഇതിനകത്ത് പ്രശാന്തനെ ഇടാത്തത് എന്തുകൊണ്ടെന്ന് അരിയാഹാരം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. കാരണം ഇതിനകത്ത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, കേന്ദ്രമന്ത്രി സഹമന്ത്രിയായിട്ടുള്ള ഈ പറയുന്ന സുരേഷ് ഗോപി വന്ന് അവരുടെ വീട്ടുകാരെ അനുനയിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സമാശ്വസിപ്പിക്കുന്ന ഒരുപാട് വാർത്തകൾ ഞാൻ കാണാനിടയിട്ടുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ഗവർണർ വന്ന് സമാധാനിപ്പിക്കുക, നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള കാര്യങ്ങൾ സഹായം വേണമെങ്കിലും ഞങ്ങളോട് ചോദിക്കുക. ആദ്യം പാർട്ടിയും പറഞ്ഞിരുന്നത് അങ്ങനെയാണ്, എന്ത് സഹായത്തിന് നിങ്ങളോടൊപ്പം നിൽക്കുന്നത് ഞങ്ങളായിരിക്കും എന്ന് പറഞ്ഞിട്ട് PP ദിവ്യയിലേക്ക് പോകുന്നത് നമ്മൾ തന്നെ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലേക്ക് CBI അന്വേഷണത്തിൽ? കാരണം ആ കുടുംബത്തിന് നീതി വേണം എന്നുള്ളത് ഇത് കാണുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പം ഇത് അന്ന് പറഞ്ഞൊരു വാർത്ത ഞാൻ ഇന്ന് വ്യക്തമായി ഓർക്കുന്നുണ്ട്. സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ വ്യക്തി പറഞ്ഞിട്ടുള്ളൊരു കാര്യം കൃത്യമായിട്ട്, ഈ പെട്രോൾ പമ്പുകൾക്ക് NOC ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരുപാട് പെട്രോൾ പമ്പുകൾ കണ്ണൂരിൽ, അതായത് 2-3 പെട്രോൾ പമ്പിന്റെ കാര്യമൊക്കെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പെട്രോൾ ഉടമകൾ ഒരു നിവേദനം തയ്യാറാക്കി തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അന്വേഷിക്കാനുള്ള കൃത്യമായുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് യാതൊന്നും പിന്നീട് ഒരു വാർത്തയിലും കേട്ടില്ല. ഇനി അതിൻ്റെ ഉള്ള പദ്ധതികൾ അത് അവരൊക്കെ നടത്തുന്നുണ്ടോ, അത് പുറത്ത് വിടാത്തതാണോ എന്ന് ഇനി അറിയത്തില്ല. ഇനി അങ്ങനെ വേണമെങ്കിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ പറ്റില്ല. അപ്പം പ്രശാന്തൻ എന്ന് പറയുന്നൊരു വ്യക്തിയിലേക്ക് സ്വാഭാവികമായിട്ടും ഈ ഒരു കേസ് റൂട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രശാന്തന് എവിടുന്നാണ് പൈസ? കൃത്യമായിട്ട് പെട്രോൾ പമ്പ്, അയാൾക്ക് ഈ പറയുന്ന വെറും ഒരു ഇലക്ട്രീഷ്യൻ മാത്രമായിട്ടുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് കോടിക്കണക്കിന് ഒരു പെട്രോൾ പമ്പ് സ്വന്തമായിട്ട് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് എത്ര കോടികൾ കയ്യിൽ വേണമെന്നുള്ളത്. അപ്പം വെറും ഒരു ഇലക്ട്രീഷ്യന് എങ്ങനെയാണ് ഇത്തരത്തിൽ ഇത്രയും കോടി രൂപ ഇതിലേക്ക് വക മാറ്റാനുള്ള ഒരു സോഴ്സ് എവിടുന്ന് വരുന്നു? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അന്വേഷിക്കേണ്ടതായിട്ട് വരും. ഇതിനകത്ത് പ്രശാന്തൻ പ്രതിയായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറയുന്ന സംശയമെങ്കിലും വന്നു കഴിഞ്ഞാൽ, അപ്പം അങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രശാന്തനെ അല്ല അവിടെ പിടികൂടേണ്ടി വരുന്നത്, പ്രശാന്തന്റെ ഈ പറയുന്ന വെറും ഒരു ബിനാമിയാണെന്ന് ഏതൊരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം വലിയ വലിയ ഏതൊക്കെയോ സ്രാവുകൾ ഇതിനകത്ത് കുടുങ്ങാനുള്ള 100% ചാൻസ് ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മിണ്ടാതിരിക്കുന്നതാണ് പലരും എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് പ്രശാന്തനെ ഇതിൽ നിന്ന് ഒഴിവാക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇവർ തമ്മിലുള്ള കണക്ഷൻസ് ഒക്കെ പല വിധത്തിലൂടെ വെളിവായിട്ടുള്ള, അതായത് പല രീതിക്ക് ഇവരുടെ ഭർത്താവും ഈ പറയുന്ന കുറ്റാരോപിത അയക്കപ്പെട്ടുള്ള വ്യക്തിയുടെ ഭർത്താവും ഈ മനുഷ്യനും ഒരേ സ്ഥലത്ത് തന്നെയാണ് ജോലി ചെയ്യുന്നത്. ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൊരു കാര്യമാണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് തന്നെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആ സോഴ്സ് എന്നൊരു പറയുന്ന കാര്യം. ഇതിനകത്ത് കൃത്യമായി ഈ ഒരു കാര്യം ഇദ്ദേഹത്തിന് കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന പ്രശാന്തൻ അന്ന് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം, ഭാര്യയുടെ സ്വർണം പണയം വെച്ചിട്ടാണ് ഞാൻ ആ പൈസ കൊടുത്തതെന്നാ. 1 ലക്ഷം പോലും തികച്ചില്ല, അതിനകത്ത് 98,500 സംതിങ് രൂപയാണ് അതിനകത്ത് വന്നിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പം ആ പൈസ പോലും കൊടുക്കാൻ വേണ്ടിയിട്ട് പണയം വെക്കേണ്ടി വരുന്ന വ്യക്തിക്കാണ് കോടിക്കണക്കിന് രൂപ വേണ്ടി വരുന്ന ഒരു പെട്രോൾ പമ്പ് ഉണ്ടാക്കാനുള്ള NOC തയ്യാറാക്കാൻ വേണ്ടി നടന്നതെന്ന് ആലോചിക്കണം. ഇതിൽ തന്നെ എന്തുമാത്രം വൈരുദ്ധ്യാത്മകമായിട്ടുള്ള കാര്യങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് ഏതൊരു
വ്യക്തിക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഈ കേസ് എങ്ങും എത്താതെ പോകുന്നുള്ളൊരു 100% ഉറപ്പാണ്. പക്ഷെ ഇപ്പോഴും ഈ പറയുന്ന അദ്ദേഹത്തിന്റെ പേരിൽ 1% ആൾക്കാരെങ്കിലും നമ്മൾ ഈ കമന്റ് ബോക്സിൽ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു, അത്ര പുണ്യവാളനാക്കണ്ട അദ്ദേഹത്തിനെ, ഈ പറയുന്ന അദ്ദേഹം ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, പൈസ കണ്ടാൽ വീഴുന്ന ആരും കാണത്തില്ല, ഇങ്ങനെ പറയുന്ന 1% ആൾക്കാരെങ്കിലും നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അതെന്തായാലും കഴിഞ്ഞ ദിവസത്തെ വാർത്തയോടുകൂടി വെളിവുള്ളവന്മാരാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടായിരിക്കും. കാരണം എന്ന് പറയുന്നത് ഈ കേസ് അല്ലെങ്കിൽ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേരിൽ കുറ്റാരോപണം നടത്തിയെന്ന് പറയുന്നത് കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു കാര്യമാണ്. കാരണം ഇവർക്കെതിരെയൊക്കെ കൃത്യമായി ശക്തമായിട്ടുള്ള എന്തൊക്കെയോ എവിഡൻസ്, ഏതൊക്കെയോ കേസുകൾ അല്ലെങ്കിൽ ഏതൊക്കെയോ കാര്യങ്ങൾ, ഭൂമി ഇടപാടുകളെ കുറിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ആ ADM-ന് കൃത്യമായിട്ട് അറിയായിരുന്നു. അത് മാത്രമല്ല, ഇവർ തെറ്റായി ചെയ്യുന്ന കുറേയധികം പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പങ്കാളിയാകാൻ തയ്യാറാകാതിരുന്നതും ഇവർക്ക് ഭയങ്കരമായിട്ട് പ്രകോപിപ്പിച്ച കാര്യമായിരിക്കാം. ഇങ്ങനെ കുറെ കാര്യങ്ങളിൽ അദ്ദേഹത്തിനോട് ഉണ്ടായിരുന്ന വൈരാഗ്യ ബുദ്ധി അത് തന്നെയാണ്. കാരണം അത്രയധികം വലിയ നഷ്ടങ്ങളായിരിക്കും ഒരുപക്ഷെ ആ മനുഷ്യർ ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് എന്നത്. അപ്പം അതല്ലെന്നുണ്ടെങ്കിൽ കണ്ണൂരിൽ തന്നെ തുടരുവാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ അദ്ദേഹത്തിന് വീണ്ടും ഈ പറയുന്ന മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിൽ നമുക്ക് ഞാൻ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അങ്ങനെയെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നുള്ളത്. പക്ഷേ ഇത് അദ്ദേഹം അവിടുന്ന് പോകാൻ തയ്യാറായിരിക്കുന്ന അവസ്ഥയിലും അദ്ദേഹത്തിനെ വെറുതെ വിട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിനെ കൊണ്ട് അവർക്ക് വന്നിട്ടുള്ള നഷ്ടങ്ങൾ കോടികൾ തന്നെയായിരിക്കും. അതിന്റെ ചുരുക്ക് തന്നെയായിരിക്കും അദ്ദേഹത്തിനോട് തീർത്തതും. ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു എന്നൊരു സംഭവത്തിലേക്ക് ഞാനും ഇന്ന് ഈ പോലീസ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും വിശ്വസിക്കുന്ന ഒരു കാര്യമില്ല. കാരണം നേരത്തെ പറഞ്ഞതൊക്കെ പോലെ 2 പെൺമക്കൾ ഈ പറയുന്ന ആ ഭാര്യയോട് ചെല്ലാം എന്ന് പറഞ്ഞ് തന്നെ വിളിക്കാൻ വരണമെന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ പോയി ഒരു കാര്യം പോലും അവർക്ക് ഒരു കുറിപ്പ് പോലും എഴുതി വെക്കാതെ, ഒരു സൂചന പോലും നൽകാതെ മരിക്കും എന്നൊരു സംഭവത്തിലേക്ക് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാനെന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന കണക്ക് കാലം നമ്മൾ പറയത്തില്ലേ, സത്യം എന്ന് പറയുന്നൊരു സാധനത്തിനെ മൂടി വയ്ക്കാൻ അധിക നാൾ മൂടി വയ്ക്കാൻ പറ്റത്തില്ല. എപ്പോഴെങ്കിലും അത് വെളിവാക്കപ്പെടും, എത്ര നാൾ കഴിഞ്ഞാലും എന്ന് പറയപ്പെടുന്ന ഒരു കാര്യത്തിൽ ഞാനും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് നീതി ഉള്ളത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് നന്മ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കേസ് ഈ ഒരു വഴിയിലെങ്കിലും പോയിക്കൊണ്ടിരിക്കുന്നത് പറയുന്നത്. പ്രശാന്തൻ തന്നെ കള്ളനായിരുന്നു എന്നൊരു വാദമാണ് ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അത്തരത്തിലൊരു കള്ളത്തരത്തിന് സാക്ഷ്യം നിർത്തിക്കൊണ്ടാണ് ഈ പറഞ്ഞ PP ദിവ്യ അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചെങ്കിൽ PP ദിവ്യയുടെ ഭാഗത്ത് 100% തെറ്റുണ്ട് എന്നൊരു വാദം കൂടി അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെ നോവിച്ച ആൾക്കാർക്കെതിരെ തന്നെയാണ് ആരോപണങ്ങളൊക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനി ഇത് കേസ് എങ്ങനെയൊക്കെ പോകും, ആരൊക്കെ ഇതിന് കൂട്ടു നിൽക്കും, ആരൊക്കെ സപ്പോർട്ട് ചെയ്യും, ഇതിന് അവസാനം എന്താവും എന്നറിയത്തില്ല. പക്ഷെ ജനങ്ങളുടെ ഇടയിൽ ഈ പറയുന്ന മനുഷ്യരുടെ ഇടയിൽ മനസ്സുകൾക്കിടയിൽ കൃത്യമായിട്ട് അദ്ദേഹം 100% സത്യസന്ധനായിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് ഇപ്പം തന്നെ ബോധ്യം വന്നിട്ടുണ്ട്. നേരത്തെ 1% ആൾക്കാർക്കെങ്കിലും ഒരു സംശയത്തിന്റെ നിഴലിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അതുപോലും ഇപ്പം മാറിയിട്ടുണ്ടായിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നീതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ 100% ഇതിലിടയാക്കപ്പെട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ആരെങ്കിലും കൊലപ്പെടുത്തിയത് മനഃപൂർവ്വമാണെന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും വെളിയിലേക്ക് ഇനി എത്ര വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാലും പുറത്ത് തന്നെ വരിക തന്നെയും അല്ലെങ്കിൽ അവരെല്ലാം കൃത്യമായി അനുഭവിക്കുക തന്നെ ചെയ്യും.